Good to be here in the house of the Lord. Praise God with the attitude of our respect, honor our God. നമ്മുടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ബഹുമാനത്തോടെയും ദൈവസന്നിധിയിലെ ഭയത്തോടെയും ആത്മാവിൻ്റെ നടത്തിപ്പോടുമായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വൺസ് അഗെയിൻ ഐ വെൽക്കം യു ഓൾ ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. നാം ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാൻ ദൈവമാണ് നമ്മെ ഇടയാക്കിയത്. ദൈവത്തിന് മഹത്വം. യാത്രയിലായിരുന്ന പലരും സമാധാനത്തോടെ സന്തോഷത്തോടെ മടങ്ങി വരുവാനിടയായി. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ മേലും കൂടെയിരുന്നു. നമ്മുടെ ചിലർ ഹോസ്പിറ്റലായിരിക്കുന്നു. വിശേഷാല ജെസിക്ക ഹോസ്പിറ്റലായിരിക്കുന്നു. പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അവളെ പൂർണ്ണമായി സൗഖ്യമാക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ക്രിസ്തയേശു സമാധാനത്തോടെ കാക്കുമാറാകട്ടെ. പ്രൈസ് ഗാഡ്. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ചർച്ച്, സഭ. എന്താണ് സഭ എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിപ്പാൻ തക്കവണ്ണം. ഇന്ന് പകൽക്കാലവും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് I would like to spend a few minutes with that subject. Praise God. While we are listening, try to pay attention. നാം അത് ശ്രദ്ധിക്കുമ്പോൾ അതിലേക്ക് മാത്രം നമ്മുടെ ചിന്ത പോകുവാനിടയാകട്ടെ. നാം ഒരുമിച്ചായിരിക്കട്ടെ അത് കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. Praise God. Hallelujah. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ you can ask me once I finish or before you leave the place. നാം ചിന്തിച്ചതിൽ പലത് ചിന്തിച്ചു വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചത് ഒന്നുകൂടെ ജസ്റ്റ് ഓടിച്ച് റിവൈസ് ചെയ്തിട്ട് നമുക്കതിലേക്ക് കിടക്കാം. ദ മീനിങ് ഓഫ് ദ ചർച്ച്. എന്താണ് സഭ? എന്തായിരുന്നു സഭ? വാട്ട് ഈസ് ചർച്ച്? ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആൻഡ് മീനിങ് ഓഫ് ദ ചർച്ച്? No, it referred to people called out from the world to belongs to Christ. ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ജനമാണ് കർത്താവ് ആഗ്രഹിക്കുന്ന സഭ. ലൈക്ക് യു സെഡ്, ബോൺ അഗെയിൻ. എങ്ങനെയാണ് വിളിച്ചു വേർതിരിക്കപ്പെടുക? ത്രൂ ദ ബോൺ അഗെയിൻ ഒള്ളി. അല്ലാതെ നമ്മൾ ചിലരൊക്കെ പറയുന്നത് പോലെ ഒരു വലിയ ബിൽഡിങ് വാങ്ങി മേളിലൊരു കുരിശും വെച്ച് പ്രത്യേക യൂണിഫോം ഇട്ട് എല്ലാവരും വന്നുകൂടി പോകുന്നതല്ല ക്രിസ്തയേശു ഉദ്ദേശിക്കുന്ന സഭ. പിന്നെന്താണ് ക്രിസ്തയേശു ഉദ്ദേശിക്കുന്ന സഭ? വാട്ട് ഈസ് എ ബിബ്ലിക്കൽ ചർച്ച്? മീൻസ് ലോകത്തിൽ ജീവിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തയേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശു മാത്രം രക്ഷകനെന്നും പാപത്തിനും പരിഹാരമെന്നും കണ്ട് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന, കർത്താവ് കാണിച്ചു തന്ന മാതൃപ്രകാരം സ്നാനം അനുഭവിച്ചിട്ടുള്ള ഒരു കൂട്ടം ജനത്തെയാ ദൈവം സഭ എന്ന്, കർത്താവ് സഭ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ഗാഡ്. അപ്പം ലോകത്തിൽ നിന്ന് വിളിക്കപ്പെട്ട ഒരു കൂട്ടം ജനം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ജനത്തിന് പിന്നെയും ഒരു വേൾഡ്ലി ലൈഫിലേക്ക് പോകാൻ അനുവാദമില്ല. പല കൂട്ടങ്ങളിലും നമ്മൾ കാണുന്നത് മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ പുക വലിച്ചിട്ട് സ്മോക്ക് ചെയ്തിട്ട് അവരുടെ സഭയെന്ന് പറയുന്ന സഭയിൽ പോകുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സഭാവിശ്വാസിയായിരിക്കുന്നു. പുറത്തു പോകുന്നു, വീണ്ടും ആ പഴയ തൊഴിൽ തന്നെ ചെയ്യുന്നു. പക്ഷേ അവരുടെയും മനസ്സിൽ പറയുന്നത് ഞങ്ങൾ ഇന്ന സഭയുടെ അംഗമാണ്. അവിടുത്തെ കമ്മിറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ ട്രസ്റ്റിയോ ഒക്കെ പറയും അദ്ദേഹം ഞങ്ങളുടെ സഭയുടെ അംഗമാണ്. അത് ആ സഭയുടെ അംഗമാണ്. പക്ഷെങ്കിൽ ദൈവസഭയുടെ അംഗമാകണമെങ്കിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ക്രിസ്തയേശുവിൽ പുതിയതായി ജനിക്കണം.
പ്രൈസ് ഗാഡ്. അതാണ് ക്രിസ്തേശു ഉദ്ദേശിക്കുന്ന സഭ. അല്ലാത്തിടത്തോളം കാലം കുഴിച്ചിട്ട് മരിച്ചിട്ട് കുഴിച്ചിടാനും ജസ്റ്റ് ഫോർ ബറിയൽ ഓർ ഫ്യൂണറൽ സർവീസ്, ഓരോ അവസാനത്തെ ഒരു നല്ല ക്രിയകൾക്ക് വേണ്ടി, കർമ്മങ്ങൾക്ക് വേണ്ടി ഒരു സഭ വേണം, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ വേണം, അല്ലെങ്കിൽ ഫാദേഴ്സിൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ പോയതുകൊണ്ട് ലെറ്റസ് കണ്ടിന്യൂ വിത്ത് ദാറ്റ് ചർച്ച് എന്ന് പറയുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്ന സഭ. പിന്നെയോ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനമാണ് സഭ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അതിനുശേഷം നാം ചിന്തിച്ചു, ലൈക്ക് വി സെഡ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. വി ആർ ദ പാർട്ട് ഓഫ് ദ ബോഡി. നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അങ്ങനെയുണ്ടെങ്കിൽ ദൈവസഭ എന്ന് പറയുന്ന ദൈവസഭയിൽ, പ്രൈസ് ഗാഡ്, ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട, ക്രിസ്തുവിൽ വസിക്കുന്ന, ഹു അബൈഡ് ഇൻ ക്രൈസ്റ്റ്, അവരെല്ലാവരും ഓരോ പാർട്ട് ഓഫ് ദ ബോഡിയാണ്. അങ്ങനെയെങ്കിൽ ഒരൊറ്റ പാർട്ട് പോലും ബോഡിയിലെ സൈലൻ്റ് ആയിരിക്കഴിഞ്ഞാൽ അതിനെ സാധാരണ എന്തോ ചെയ്യുന്നത്? അതിനെ ട്രീറ്റ് ചെയ്ത് അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കും. അതല്ല, ആ പാർട്ട് ഇരുന്നു കൊണ്ട് അത് ഇൻഫെക്ഷനായിട്ട് ആ ബോഡി മുഴുവനും നശിക്കുന്നതിനേക്കാട്ടിലും മുമ്പ് അതിനെ എന്തോ കൊടുക്കുമെന്നറിയാമോ? കട്ട് ചെയ്ത് മാറ്റിക്കളയും. പ്രൈസ് ഗാഡ്. ശരീരത്തിൻ്റെ ഒരു അവയവം ആ കാല്. നിങ്ങൾ പലരെയും കാല് മുറിച്ച് കളഞ്ഞവരെ കണ്ടുണ്ടാവും. അല്ലെങ്കിൽ കൈയുടെ വിരലുകൾ മുറിച്ച് കളഞ്ഞവർ, അല്ലെങ്കിൽ ഫൂട്ടിൻ്റെ ഭാഗം വെച്ച് മുറിച്ച് കളഞ്ഞവരുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊക്കാത്തതിലും അപ്പുറമായിട്ടത് ഫങ്ഷൻ ഇല്ലാതെയായി. പിന്നെ അത് ഇരിക്കും തോറും എന്തോ ചെയ്യുന്നറിയാമോ? അത് മേപ്പോട്ട് നമ്മുടെ ബോഡി മുഴുവനും വ്യാപരിച്ചിട്ട് ഈ ബോഡി മുഴുവനും ഷട്ട് ഡൗൺ ചെയ്യുന്നതിൻ്റെ മുൻപ് ദ മെഡിക്കൽ ടീം വിൽ ഡിസൈഡ്, ലിസൺ, അതിനെ അമ്യൂട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്, മുറിച്ചു കളയണം. കാരണം എന്തറിയാമോ? ബാക്കിയുള്ളതെങ്കിലും രക്ഷപ്പെടട്ടെ. ഈ പറയുന്നത് പോലെ തന്നെ ഒരു ദൈവസഭയിൽ വരുന്ന സകല ജനവും ക്രിസ്തേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് ഇഫ് വി ആർ നോട്ട് ഏബിൾ ടു ഫങ്ഷൻ അക്കോർഡിംഗ് ടു ഗാഡ്സ് വിഷ്, നമ്മുടെ യേശുവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ അത് നമുക്ക് ഫങ്ഷൻ ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ, ഐദർ നമ്മളതിനെ ട്രീറ്റ് ചെയ്യണം. അതിനാ വചനം നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. വചനത്തിൽ കൂടെ മാനസാന്തരം ലഭിക്കുന്നില്ല എങ്കിൽ പ്ലസ് പരിശുദ്ധാത്മാവ് നമ്മളെ മാനസാന്തരപ്പെടുത്തണം. പ്രൈസ് ഗാഡ്. വചനം കേൾക്കാതെ തന്നെ ഒത്തിരി പേര് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്, അല്ലേ? അതെന്താണെന്ന് വെച്ചാൽ ഹോളി സ്പിരിറ്റ് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്തുള്ള മാനസാന്തരമാണ്. ചില പേര് പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്നോടാരും പറഞ്ഞ് സുവിശേഷം കേട്ടിട്ടല്ല ഞാൻ കർത്താവിനെ കണ്ടത്, എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടാണ്, ഞാൻ ബൈബിൾ ഇതിനു മുമ്പ് വായിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവും നമ്മളെ, പ്രൈസ് ഗാഡ്, രൂപാന്തരപ്പെടുത്തും. കാരണം നാം ദൈവസഭയുടെ ഒരവയവമായിരിക്കുന്നത്, ശരീരത്തിൻ്റെ ഒരു അവയവമായിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. നാം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണെങ്കിൽ, what will be your part? Are you finger? Or are you foot? Or are you leg? Hand? Ear? എല്ലാവർക്കും ചെവിയാകാൻ പറ്റുമോ? ശരീരത്തിൽ കുറേ ചെവികളുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? പ്രൈസ് ഗാഡ്. അപ്പോൾ അതാത് ഫങ്ഷൻ, കുറ്റം പറയാത്ത അവയവങ്ങളല്ലേ നമ്മുടെ ശരീരത്തുള്ളത്? പ്രൈസ് ഗാഡ്. കാലിന് 5 വിരലുണ്ട്, അതിൽ ഏറ്റവും കൊച്ചൊരു വിരലുണ്ട്. സത്യം പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? കാലിന് 5 വിരലുള്ളവരല്ലേ? അതിലൊരു കുഞ്ഞു വിരലില്ലേ നമുക്ക്, സ്മോൾ ഫിംഗർ. സത്യത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടോ? മാന്താനോ ചൊറിയാനോ എന്നും പറഞ്ഞ് രാവിലെ എണ്ണിച്ച് എനിക്ക് വേണ്ട സാധനം പറഞ്ഞ് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല.
എന്താണെന്നറിയാമോ? അതുണ്ടെങ്കിലേ ഈ 4 ആക്റ്റീവ് ആകത്തുള്ളൂ. ഞാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? അപ്പോൾ ഇതിന് പറയാനൊക്കത്തില്ല, ഓ നമുക്കെന്താന്നേ ഇത്രയും വലിയൊരു ശരീരം, 100-300 പൗണ്ടുള്ള ശരീരത്തിൽ എന്നെ ആരും കാണാൻ പോലുമില്ല. സഹോദരിമാരുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, അതേ പെയിൻ്റ് അടിക്കാൻ പോലും നഖമില്ലാത്ത സൈസുള്ള കുഞ്ഞു വിരള അല്ലേ, ചെറുതാ. മറ്റെല്ലാ വിരളയിലും നല്ല സ്പീഡായിട്ട് അടിച്ചു പോകാം. പക്ഷേ ഈ ലാസ്റ്റ് വരുമ്പം ചുമ്മാതെ ഒന്ന് തൊട്ട് വിട്ടാൽ മതി, കാരണം സാധനം ഇല്ല. പക്ഷേ ഇതിന് ഉപയോഗമുണ്ട് കേട്ടോ. എന്താ അതിൻ്റെ ഉപയോഗം? ഈ 4 ചോദിച്ചു നോക്കണം, നിങ്ങൾക്ക് ഇവരെയും കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഉണ്ട് സാറേ. എന്താ കാര്യം? ഇവരുള്ളതുകൊണ്ടാണ് ഞങ്ങൾ 4 സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്നും ശരീരത്ത് ക്രിസ്തേശു നമ്മെ സൃഷ്ടിച്ചപ്പോൾ അധികമായിട്ടില്ല. പിന്നെ അധികം ഉണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് കളയിപ്പിക്കും, കാരണം അത് നമുക്ക് അരോചകമാണ്. മേക്ക് യു അൺകംഫോർട്ട്. ലൈക്ക് വൈസ് അതുപോലെ തന്നെ ദൈവസഭയ്ക്ക് നാം പ്രയോജനപ്പെടാത്ത ഒരവയവമെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കളയണം, അല്ലേ അതിനെ ട്രീറ്റ് ചെയ്യണം. അത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ വേദപുസ്തകം പറയുന്നത് ചത്ത ഈച്ച തൈലക്കാരൻ്റെ മുഴുവനും തൈലവും. ഇവൻ രാവിലെ തൊട്ട് എണീച്ചുണ്ടാക്കിയതാണെന്നേ, അല്ലെ മാസങ്ങൾ കൊണ്ടിരുന്ന് ഉണ്ടാക്കിയതായിരിക്കും. ഈച്ചയ്ക്ക് ഒരു പ്രശ്നവുമില്ല, ഈച്ച കഷ്ടപ്പെട്ടിട്ടില്ല, ഈച്ച ഫാസ്റ്റിംഗ് ഇരുന്നിട്ടില്ല, ഈച്ച വണ്ടി പിടിച്ച് വന്നതല്ല, ഒന്നുമില്ല. എന്നാൽ ഈ ഓയിൽ ഉണ്ടാക്കുന്നവൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയേ. അപ്പോൾ ഈ അങ്ങനെ ഇരിക്കുമ്പം വഴിയേ പോയ ഒരു ഈച്ച കയറി വന്ന് അതിൻ്റെ അകത്ത് കിടന്നു, ആ ഉണ്ടാക്കിയത് മുഴുവനും നഷ്ടമായില്ലേ? അത് വേദപുസ്തകം പഠിപ്പിക്കുന്നതാണെങ്കിൽ, ആർ വി യൂസ്ഫുൾ ഫോർ ബോഡി ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തേശുവിൻ്റെ ശരീരത്തിന് നാം കൊള്ളാവുന്നവരാണോ എന്ന് നാം വളരെ ശക്തമായി ചിന്തിക്കണം. ഈ ബൈബിൾ സ്റ്റഡി എടുക്കുന്നത് കുറേ അറിവ് ഇങ്ങനെ വെക്കാനല്ല, അത് പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാനാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ മീൻ. അല്ലാതെ ഇത് കഴിയുമ്പോൾ ഒരു തിയോളജി സർട്ടിഫിക്കറ്റ് തരുന്ന പരിപാടിയൊന്നുമില്ല. ഈ ബൈബിൾ സ്റ്റഡി കഴിയുമ്പോൾ എൻ്റെ ആഗ്രഹം, ഇൻക്ലൂഡിങ് മീ, ഞാൻ ഉൾപ്പെടെ, ഞാൻ ആരാണ്, എന്നെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി എന്താണ്, എൻ്റെ ഉത്തരവാദിത്വം എന്താണ്, എന്നെയും കൊണ്ട് അത് നിറവേറ്റാൻ പറ്റുന്നോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവസഭയിൽ, ഈ ദൈവസഭ എന്ന് ഓർക്കുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാ അത് മനസ്സിലാക്കണം. ആ ദൈവസഭയിൽ നാം ശരിയായ രീതിയിൽ ഫങ്ഷൻ ആകുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. വീണ്ടും ഓർപ്പിക്കുന്നു, ഏതെങ്കിലും ഒരു സാധനം നമ്പായിരുന്നു കഴിഞ്ഞാൽ ആ കൈ മുഴുവനും നമ്മളെ അതിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം, ആരാധന എങ്ങനെയാണ് കൊടുക്കേണ്ടേ? പ്രൈസ് ഗോഡ്. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം എങ്ങനെയാണ് കൊടുക്കുന്നത്, ആരാധന എങ്ങനെയാണ് കൊടുക്കേണ്ടേ, അല്ലെങ്കിൽ ഏതെങ്ങനെയാണ് കൊടുക്കണേ? എൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്, ഞാനത് കൊണ്ട് പള്ളിയിൽ കൊടുത്തു, അതാണോ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന? നോ. ഞാൻ വയ്യായാലും വന്നു സഭയിൽ, അതാണോ ആരാധന? വരണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എങ്ങനെയാ വീട്ടിൽ ഇരിക്കുന്നതെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാ, അതാണോ ആരാധന?
അതാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം ശിക്ഷിക്കും, വീട്ടിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ വേറൊരു പ്രശ്നം ഉണ്ടാകും, ഒരു കോടാലി ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് ഒരു ഭാഗം പറഞ്ഞാൽ അതല്ലേ വരുന്നതിൻ്റെ ഉദ്ദേശം? അങ്ങനെയുള്ളവർ വരുന്നതിൻ്റെ ഉദ്ദേശം. പ്രൈസ് ഗോഡ്. കിട്ടുന്നതിൻ്റെ ഒരു നല്ല തുക പള്ളിക്കിരിക്കട്ടെ, പാവം പിടിച്ചവർക്ക് ഇരിക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഉള്ളത് നഷ്ടപ്പെടാതിരിക്കാനല്ലേ? എന്നാൽ ആരാധന അതുവല്ലോ ആമോ? എന്താ ആരാധന? യാഗമായി തീരുന്നതാ ആരാധന. You should burn yourself. Praise God. Incense should come out. അരോമ പുറത്തു വരണം. അത് ഈ ശരീരത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന, സകല അവയവങ്ങളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നാം വന്നത് വെറുതെ മടങ്ങിപ്പോകാനുള്ളതല്ല. സഭയിൽ ആരാധന ഉയരണം. എങ്ങനെയാ സഭയിൽ? കാരണം കുറേ പാട്ടുകാരുണ്ടല്ലോ, അതല്ല. മ്യൂസിഷ്യൻസ് അല്ല ആരാധന, സഭാ കൊയറല്ല ആരാധന, ട്യൂണുള്ളവരുടെ പാട്ടല്ല ആരാധന, കഴിവുള്ള നല്ല ചെറുപ്പക്കാരുള്ളതല്ല ആരാധന. ആരാധന എന്നിലുണ്ടാവേണ്ടതാണ്. ആരാധന എന്നിലുണ്ടാവേണ്ടത് ആരാധന. പ്രൈസ് ഗോഡ്. അങ്ങനെ ഓരോരുത്തരും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആ സഭയിലിറങ്ങും. അവിടെ വിടുതൽ നടക്കും, അവിടെ പാപബോധം നടക്കും, മാനസാന്തരം നടക്കും. പ്രൈസ് ഗോഡ്. പിന്നെ ഒരു സഭയിൽ മനസ്സ് ഹാർഡ് കോർ പീപ്പിളുണ്ട്, മനസ്സ് കട്ടിയായിട്ടുള്ളവർ. നിങ്ങൾ എന്തേലും പറ, നിങ്ങളല്ലേലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഈ കുത്തുകേട്ട് മടുത്തു എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? വാസ്തവത്തിൽ നമ്മളുള്ള ആ ഒരു എന്നാ പറയുന്നത്, ആ വലിച്ചെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് തോന്നണം, എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം there is some fault in me. എന്നിൽ എവിടെയോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു മാനസാന്തരത്തിൽ വന്നാൽ നമുക്കതിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ we become slowly frozen. നാം ഇല്ല എങ്കിൽ നാം അങ്ങ് ഫ്രോസൺ ആയി പോകും. അപ്പം നമുക്കൊരിക്കലും റെക്ടിഫിക്കേഷൻ നടക്കത്തില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പ്രൈസ് ഗാഡ്. അടുത്തത് സഭയുടെ അടിസ്ഥാനത്തെക്കുറിച്ച് നാം പ്രൈസ് ലോർഡ് കേട്ടിരുന്നു. അടുത്തത് സഭയുടെ ലക്ഷ്യം, അതാ ഇന്നത്തെ ക്ലാസ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദ പർപ്പസ് ഓഫ് ദ ചർച്ച്. എന്താണ് ബിബ്ലിക്കലി, വേദപുസ്തക പ്രകാരം സഭ? പലയിടത്തും ചാരിറ്റി വർക്ക് ചെയ്യുന്നതാണ് ചർച്ച്. That is not the church. That is purely calling charity. That is one of the quality. Charity is not a church. Charity is just a quality of the church or the person. അതാ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്. ചർച്ച ഒത്തിരി പേർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, ചർച്ച ഒത്തിരി പേരെ വിവാഹം കഴിപ്പിച്ചു, ചർച്ച ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊരു ക്വാളിറ്റിയാ. പ്രൈസ് ഗാഡ്. അതൊരു ക്വാളിറ്റിയാ. ചാരിറ്റി ഒരു ക്വാളിറ്റിയാ. എന്നാൽ അതല്ല സഭ. പ്രൈസ് ഗാഡ്. പർപ്പസ് അതല്ല സഭയുടെ. പിന്നെന്താ സഭയുടെ പർപ്പസ്? നമ്പർ 1, വർഷിപ്പ് ഗാഡ്. ദൈവത്തെ ആരാധിക്കാനാണ് സഭയുടെ ഉദ്ദേശം. പ്രൈസ് ഗാഡ്. ചാരിറ്റി വേണ്ടാന്ന് പറഞ്ഞില്ല, ചാരിറ്റി 100% ചെയ്തിരിക്കണം. അതൊരു ക്വാളിറ്റിയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. പ്രൈസ് ഗാഡ്. ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ടല്ലേ. ചിലർക്കൊരു ക്വാളിറ്റി ഉണ്ട്, ആരെ കണ്ടാലും വളരെ ഗൗരവത്തോടിരിക്കുന്നൊരു ക്വാളിറ്റി ഉണ്ട്. പുള്ളി ഏതാണ്ട് വലിയ ബോസാകുന്ന രീതിയിൽ, അല്ലെ വലിയൊരാളാണ്, നമ്മൾ നിങ്ങളുമായിട്ടൊന്നും വലിയ അത് അവരുടെ ഒരു ക്വാളിറ്റിയാണ്. എന്നാൽ ചിലരുണ്ട്, ആരെ കണ്ടാലും ചിരിക്കും.
എന്തുകൊണ്ട് സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഒരു 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 എക്സ്ചേഞ്ച്, അത് അവരുടെ ക്വാളിറ്റിയാണ്. പ്രൈസ് ഗാഡ്. ചിലയിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിപ്പിക്കാതെ വിടത്തില്ല, അത് അവരുടെ ക്വാളിറ്റിയാണ്. എന്നാൽ ചിലയിടത്ത് പറയും, അവരോട് ഞാൻ ചോദിച്ചു, അവർ വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് അവരുടെ ക്വാളിറ്റിയാണ്. സോ ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദൈവസഭയ്ക്കൊരു ക്വാളിറ്റി, അതിലൊന്നാണ് ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ക്വാളിറ്റി. അപ്പോൾ ആരാധനയില്ലാത്ത ഒരു കൂട്ടം, ദാറ്റ് ഈസ് നോട്ട് ചർച്ച്. ഇത് വേദപുസ്തക പ്രകാരമാണ് പറയുന്നത്. ആരാധനയില്ലാത്ത ഒരു കൂട്ടം, നമുക്കത് വായിക്കാം വേദപുസ്തകത്തിലെ ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 23. കണ്ടോ? അപ്പോൾ എങ്ങനെയാ വർഷിപ്പ് ചെയ്യുമ്പോൾ എന്തോ ഉണ്ടായിരിക്കണം? ദ സ്പിരിറ്റ്. വാട്ട് ഈസ് ദ ട്രൂത്ത്? ഞാനിങ്ങനെ കള്ളത്തിലൊന്നും പറയാതെ സത്യം മാത്രം ചെയ്ത് ഞാൻ ആരാധിക്കണമെന്നാണോ? അല്ല, അത് വേണം, വേണ്ടാന്നല്ല, അത് വേണം. കള്ളത്തിലും എല്ലാം കാണിച്ചിട്ട് വന്ന് ആരാധിക്കാനല്ല അതിൻ്റെ അർത്ഥം. എന്താ ഈ സത്യം? അവിടുത്തെ സത്യത്തെക്കുറിച്ച് ഈ പർട്ടിക്കുലർ പോയിന്റിലെ സത്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സേ ദാറ്റ് സത്യത്തിലും ആത്മാവിലും എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ആഗ്രഹപ്രകാരമുള്ള ആരാധന, ഇതാണ് ട്രൂത്ത് എന്നർത്ഥം. ദിസ് ഈസ് ദ ട്രൂ മീനിങ്, അല്ലെങ്കിൽ ദിസ് ഈസ് ദ ട്രൂ വർഷിപ്പ്. ഇതാണ് യഥാർത്ഥമായ ക്രിസ്തു ആഗ്രഹിക്കുന്ന സഭ. സത്യത്തിൽ ഇതാണ് സത്യം. അതിനെ വിശ്വസിച്ച് ആരാധിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം, അവരുടെ ഇടയിൽ എന്തോ ഉണ്ടാകണം? അവർ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവുള്ളവരായിരിക്കണം. പ്രൈസ് ഗാഡ്. അപ്പോൾ ഒന്ന് സത്യമുള്ള ആരാധനയായിരിക്കണം എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ബിബ്ലിക്കൽ, ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള ഒരു കൂട്ടം ജനം, അവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള നിയന്ത്രണം, കൺട്രോൾ ഉണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. But a time is coming and has come now when the true worshippers will worship the Father in the Spirit and the truth. Praise God, hallelujah. ഇതാണ് ഒന്ന് ദൈവസഭയുടെ ഒരു ലക്ഷ്യം, പർപ്പസ്. അപ്പം ആരാധനയില്ലാത്ത ഒരു കൂട്ടായ്മയും അത് സത്യാരാധനയല്ല, ബിബ്ലിക്കലി അല്ല, യേശുവിൻ്റെ ശരീരം സംബന്ധിച്ച് ഒരു ബന്ധവുമില്ല. അവരുടെ ഇടയിലെല്ലാം ഉണ്ട്. പ്രൈസ് ഗോഡ്. നമ്മൾ ഇഫ് വി ആർ ചെക്കിംഗ് സറൗണ്ട് ദ പ്ലേസ്, പല രീതിയിലുള്ള കൂട്ടായ്മകളുണ്ട്. ചിരിക്കുന്ന കൂട്ടായ്മ, കരയിപ്പിക്കുന്ന കൂട്ടായ്മ, തുള്ളിപ്പിക്കുന്ന കൂട്ടായ്മ, ഛർദ്ദിക്കുന്ന കൂട്ടായ്മ, ഇങ്ങനെ പലതുമുണ്ട്. പ്രൈസ് ഗോഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയിപ്പിക്കുന്ന, കൈ കൊടുപ്പിക്കുന്ന, ഇതൊക്കെ മാൻമെയ്ഡാണ്. കാരണം എൻ്റെ കർത്താവ് പറഞ്ഞു, സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. സത്യം മീൻസ് വിച്ച് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്, which is not from the love of from the Christ. ക്രിസ്തേശുവിൽ നിന്നല്ലാത്ത എൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ് എന്നു പഠിപ്പിക്കുന്നതോ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതോ സത്യാരാധനയല്ല, അതൊരാരാധനയാണ്. പക്ഷെ ആരെയാന്നുള്ള കാര്യം ക്രിസ്തേശു മാത്രം അറിയുന്നു. ക്രിസ്തേശുവിനെ ആരാധിപ്പിക്കാൻ ഈ വെട്ടോട്ടമൊന്നും ഓടേണ്ട കാര്യമില്ല, ഈ ട്രിക്കൊന്നും വേണ്ട. പ്രൈസ് ഗാഡ്. വന്നിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഫൂളിഷാക്കാൻ, അല്ലെ അവരുടെ മൈൻഡിനെ സൈക്കോളജിക്കലിയും കയ്യിലെടുക്കുവാൻ ഉള്ളതല്ല ആരാധന. ആരാധന സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി നിയന്ത്രിക്കുന്നതായിരിക്കണം ആരാധന എന്ന് പറയുന്നത്. അതാണ് ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്.
നമ്മളിത് കേൾക്കുമ്പോഴൊക്കെ ചിന്തിക്കണേ, ഡോണ്ട് കമ്പയർ വിത്ത് മെനി ആരാധന. സഭ, ഒത്തിരി സഭകളെ കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. കാരണം നാം ഒന്ന് ചിന്തിക്കണം, ഞാൻ സത്യ ആരാധനയിൽ ഉൾപ്പെടുന്നോ, എൻ്റെ ബോഡി ഉൾപ്പെടുന്നോ, എൻ്റെ വാക്ക് അതിൽ ഉൾപ്പെടുന്നോ, എൻ്റെ ആരാധനയുടെ സ്റ്റൈൽ അതിൽ ഉൾപ്പെടുന്നോ? പ്രൈസ് ഗാഡ്. ദൈവത്തിന് കൊടുക്കേണ്ട സകല ആരാധനകളും എന്താ? ഈ വർഷിപ്പ് ആക്ച്വലി എന്താ വർഷിപ്പ്? നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലേ? നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, അതല്ലേ വർഷിപ്പ് എന്ന് പറയുന്നത്. അതോ പകുതി ഞാനും പകുതി നീയും എന്ന് പറഞ്ഞൊരു വർഷിപ്പില്ല. അതിനാ വേദോസ്തം പറഞ്ഞത്, യാഗവസ്തു എന്ന പോലെ നിന്നെ ഏൽപ്പിക്കണം. പിന്നെ എണ്ണിക്കാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല, ചൂട് വരുമ്പോൾ മാറിപ്പാനക്കത്തില്ല. ബിക്കോസ് യു ഓൾറെഡി സറണ്ടേർഡ് ദൈവസന്നിധിയിൽ. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രിസ്തയേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായിരിക്കുമ്പോൾ തന്നെ നാം എങ്ങനെയൊക്കെ ദൈവത്തെ ആരാധിക്കാൻ പറ്റി അല്ലെങ്കിൽ പറ്റുന്നില്ല എന്ന് ചിന്തിക്കണം. ഞാൻ ഇന്നലെയാണെന്നോ ഇന്നാണെന്നോ ഇപ്പോൾ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയില്ല, അതോ ഇന്നലെയായിരുന്നു, ഐ ഡോണ്ട് നോ. ഒരു ഡ്രൈവറായിട്ട് നാം സഭയിൽ വരരുത്. യു ഡോണ്ട് കം ആസ് എ ഡ്രൈവർ, ആസ് എ ഊബർ. പൈസ വാങ്ങിക്കാത്ത ഊബർ എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണത്തില്ലായിരിക്കും. പറയാം, അവർക്കെല്ലാം പോകണമെന്ന് പറഞ്ഞാൽ അവർക്കും അമ്മയ്ക്കും കുഞ്ഞിനും അല്ലെങ്കിൽ അച്ചായനും പിള്ളേർക്കും അല്ലെങ്കിൽ വല്യപ്പച്ചനും ഒക്കെ പോകണമെന്ന് പറഞ്ഞു. ഞാനെന്നാൽ അവരെയും കൊണ്ട് സഭയിൽ പോട്ടെ. അങ്ങനെ വരണ്ട. നീ വരുന്നെങ്കിൽ യാഗം കഴിക്കാൻ, നിൻ്റെ ശരീരത്തെ അവിടെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വരണം. അതാ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ഈ 4 പേരെ കൊണ്ടുവന്നെങ്കിൽ ഇതിൽ 3 പേര് ആരാധിക്കും. അങ്ങനെയെങ്കിൽ അവർ 3 ശരീരത്തിൻ്റെ പാർട്ട് ഓഫ് ദ ബോഡി. ഇവർ നിൽക്കുന്ന സ്ഥലം മറന്ന് ദൈവത്തെ ആരാധിക്കുക. ഇവർ കരങ്ങളെ കൊട്ടുന്നു, ശരീരം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു, അവരുടെ മനസ്സ് മുഴുവനും വിട്ടുകൊടുക്കുന്നു. അവരവിടെ അവിടെ കടം ഓർക്കുന്നില്ല, ഭാരം ഓർക്കുന്നില്ല. എന്നാലും അയാൾ ആരാധിക്കുന്നുണ്ടല്ലേ, എന്നോട് ഇന്നലെ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടല്ലേ, ഇയാളെ ഞാൻ ഇന്നലെ അവിടെ വെച്ച് കണ്ട, ആ ചിന്തയൊന്നും ഇല്ലെന്നേ. അവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. അവരുടെ കരം അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും, പാദങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും, അവരുടെ വായ ഏൽപ്പിച്ചു കൊടുക്കും, സകല ചിന്തകളും ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോഴാരാധന ഇറങ്ങുന്ന ആരാധനയായി മാറുന്നത്. ദൈവത്തിന് മഹത്വം. ഈ ആരാധന നമ്മളിലാണ് നടക്കേണ്ടേ. നമ്മളിൽ നടക്കുമ്പോൾ നാം കൂടുന്നവരുടെ ഇടയിൽ അത് വെളിപ്പെടും, ഒരത്ഭുതങ്ങൾ നടക്കും. പ്രൈസ് ഗാഡ്. ആരാധിക്കാത്ത പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാതിരിക്കുന്ന നല്ലത്. കാരണം നമ്മുടെ ആരാധനയോടെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കാണാതിരിക്കുന്ന നല്ല കേട്ടോ. കാരണം നമ്മുടെ ജോലി മറ്റുള്ളവരെ നോക്കുന്നതല്ലല്ലോ. നമ്മുടെ ജോലി നമ്മളെത്രയും നോക്കുന്ന ജോലിയാണ്. പക്ഷെ സമൂഹത്തിൽ ഇവരെ അറിയപ്പെടുന്നതോന്നറിയാമോ? പെന്തക്കോസ്. വല്ല അനുഭവമുണ്ടോ? ഇല്ല. പോകുന്ന എവിടാ? പെന്തക്കോസ്. ആരാധനയില്ല, ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിക്കില്ല, കരമടിക്കില്ല, ശരീരം ദൈവത്തിന് വിട്ടുകൊടുക്കില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പോകും. ആകെ കിട്ടുന്നത് 2 മണിക്കൂറാണ്, അല്ലെ 2.5 മണിക്കൂർ ആകെ കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് 10 മിനിറ്റ് മാത്രം ഒരു ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അനുഭവം വരുമ്പോൾ അന്നേരം ഒന്ന് സന്തോഷിക്കും. പിന്നെ എല്ലാം പോകുന്നത് കടവും ഭാരവും ജോലിയും പുതിയ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നവും പല 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 ചിന്തകളാൽ അങ്ങ് കടന്നു പോകുക. ഞാൻ ഇവിടെയുള്ള ദൈവമക്കളോട് പറയട്ടെ, അതിന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ യു ആർ നോട്ട് ഫങ്ഷനിങ് ഇൻ ബോഡി, ഇൻ ദ ക്രൈസ്റ്റ് ഓഫ് ബോഡി. ദൈവസഭയിൽ ക്രിസ്തയേശുവിൻ്റെ ശരീരത്തിലുള്ള ഒരവയവുമായിട്ട് നീ ഫങ്ഷൻ ആകാതെ
നീ ഫ്രീസായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ഗാഡ്. അപ്പം നമ്പർ 1 എന്തായിരുന്നു? പർപ്പസ് ഓഫ് ദ ചർച്ച് വർഷിപ്പ്. പ്രൈസ് ഗാഡ്. നമ്പർ 2, ഐ എം ഗോയിങ് ടു കൺക്ലൂഡ് ദിസ്. നമ്പർ 2 പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ഫെലോഷിപ്പ്. അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 42, ആക്ട് ചാപ്റ്റർ 2 വേഴ്സ് 42. അപ്പോൾ ഫെലോഷിപ്പിൽ ഒന്ന് വേണ്ടി എന്താണെന്നറിയാമോ? ഒന്ന് അപ്പോസ്തലന്മാരുടെ they devoted themselves to the apostles' teaching and to fellowship, to the breaking bread and to prayer. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഫെലോഷിപ്പിൽ ഉണ്ടാകണം. ഒന്ന് ആരാധന ഫസ്റ്റ്. രണ്ടാമത് വേണ്ടത് ദൈവസന്നിധിയിൽ വചനത്തിൽ നിന്നുള്ള ഉപദേശം ശ്രദ്ധിക്കണം. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, അതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമാകട്ടോ. ഒരു വിഷയം നമുക്ക് കാണാപ്പാടം അറിയാമായിരിക്കും, ജനസിസ് ടു റെവലേഷൻ വരെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ സ്പഷ്ടമായിട്ട് അറിയാം എന്നിരിക്കട്ടെ. അതുകൊണ്ട് ഒരു ദൈവവചനം കേൾക്കുമ്പോഴോ നമ്മളതിനെ മില്യൺ ടൈം ഞാൻ ഇത് കേട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നവരെ, കേൾക്കുന്നവരെ, പറയുന്നവരെയൊക്കെ ഞാൻ കാണാറുണ്ട്. ഐ നോ ദിസ് ഓൾ സ്റ്റോറി, ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. ഇയാളെ വേറെ വല്ലതുകൊണ്ട് പുതിയതായിട്ട് വല്ലതും പറഞ്ഞാൽ നല്ലതായിരുന്നു. ദൈവമക്കളെ, ഒരൊറ്റ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ശക്തമായിട്ടുണ്ടെങ്കിൽ ഈ വാക്ക് നമ്മൾ പറയില്ലായിരുന്നു, അല്ല ഈ ചിന്ത നമ്മളിൽ വരില്ല. എന്താണെന്നറിയാമോ? ഇതെൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. പ്രൈസ് ഗാഡ്. This is the light for my lamp for my feet. ഇതെൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. അതിന് 1000 പ്രാവശ്യം കേട്ടാലും എനിക്കത് വീണ്ടും കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാകും, എന്നിൽ ആത്മാവുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഞാനതൊരു ഫുട്ബോൾ കോർട്ടിലെ ഒരു കളിക്കാരനെ പോലാകും, അടിച്ചു തട്ടിക്കളയും. പ്രൈസ് ഗാഡ്. ഇവിടെ പറഞ്ഞു അപ്പം ഞുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. രണ്ടാമത്തെ യേശു ക്രിസ്തുവിൻ്റെ ദൈവസഭയിൽ ആഗ്രഹം ഉള്ളത്, ഒന്ന് ആരാധന, 2 ഫെലോഷിപ്പ്. പ്രൈസ് ഗാഡ്. പലരും ഫെലോഷിപ്പിനോട് യാതൊരു ആഗ്രഹമോ അവരെ നിവൃത്തിയുണ്ടെങ്കിൽ ഫെലോഷിപ്പ് നടത്തുന്നവരെ കൂടെ നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേ എന്ന് ചോദിക്കുന്നവരെയും ഉണ്ട്. നിങ്ങൾ മാത്രം ഇത് കഷ്ടപ്പെടേണ്ട ആവശ്യം എന്തിനാ? വേറെ ജോലി നോക്കി ഈ പരിപാടി നമുക്കങ്ങ് നിർത്തിയേക്കാമെന്ന് പറയുന്നവരുണ്ട്. അപ്പം നമ്മൾ ആ ആളിനെ മാത്രം ഒന്ന് എടുത്തിട്ട് നോക്കണം. ഇദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ആത്മാവ് എന്തുവാ? ഇതിനെ കലക്കാനുള്ള ആത്മാവല്ലേ? വചനത്തിൽ പറയുന്നു വേണം, ഇദ്ദേഹം പറയുന്നു വേണ്ട. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർ ഈ വേണ്ട എന്ന് പറയുന്നതിൻ്റെ കൂടെ ചേരും. കാരണം ശരിയാ, ആരെ കഴിയും ഇതൊക്കെ? ചുമ്മാ അത് കണ്ട്. ഒരു ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാകട്ടോ. പ്രൈസ് ഗാഡ്. അത് പലയിടത്തും നിന്നു പോകാൻ കാരണം ഈ വഴക്കുണ്ടാകുന്നതാണ്. ഭയങ്കര നിങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് വേണ്ട, അവർ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കില്ല. ഇത് പണ്ടും ഉണ്ടായിരുന്നു. ഇത് ഇപ്പോഴത്തെ ന്യൂ ജനറൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനില്ല, ഇത് പണ്ടേ ഉള്ളതാണ്. പക്ഷം ചേർന്ന് പറയുന്നത് അവരെന്നും കൊണ്ടുവരും, നമ്മളാരാ കഴിക്കാൻ? പാടില്ല. കാരണം അവരുടെ ഫുഡ് അല്ലെ അവർ ചെയ്യുന്നത്, അവർ തന്ന ഒരു നാരങ്ങാ വെള്ളം എൻ്റേതാണ്, ദാറ്റ്സ് മൈൻ എന്നുള്ള മനോഭാവം ക്രിസ്തേശുവിലുള്ളവർക്ക് വേണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതിൻ്റെ അകത്ത് നിൻ്റേതും എൻ്റേതും അവരുടെയും ഇവരുടെയും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഗ്രൂപ്പും ഇത് ദൈവസഭയിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ഗാഡ്. അതിനാ വചനം പഠിക്കുമ്പോൾ പറയുന്നേ, അവർക്കെല്ലാം ഒന്നായിരുന്നു. ദർ വാസ് നോ സെപ്പറേഷൻ. ദൈവം ആഗ്രഹിക്കുന്ന ദൈവസഭയിൽ സെപ്പറേഷൻ ഇല്ല, എല്ലാം ഒന്നാണ്. അതിൻ്റെ അകത്ത് വീക്കുള്ളവരുണ്ട്, വീക്ക് ഇല്ലാത്തവരുണ്ട്, സ്ട്രോങ് ഉണ്ട്, ഹല്ലേലൂയ സ്തോത്രം, അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് കാറ്റഗറീസ് വരും. നമ്മൾ തന്നെ വചനം പഠിക്കുമ്പം
ഭാഗം പറയുന്നില്ലേ? തള്ളയാടുകളെ പതുക്കെ നടത്തി, കുഞ്ഞാടുകളെ തോളിലേറ്റി, ഇതൊക്കെ ഉണ്ടെന്നേ. ഈ കൂട്ടത്തിലുള്ളതാ ഇത്. ഈ ആടിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ചില തള്ളയുടെ സ്വഭാവമുള്ളതും പിള്ളേരുടെ സ്വഭാവമുള്ളതും ഓടിപ്പോകുന്നതും കിടക്കുന്നതും ഒക്കെയുണ്ട്. പക്ഷേ ഒരു കാര്യം, ഇതൊരു പ്രാക്ടീസാക്കി മാറ്റരുത്. ഞാനിങ്ങനെ പറ്റത്തുള്ളൂ, എൻ്റെ പരിപാടി എന്നെ എടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നടക്കാമെന്ന് പറയുന്ന ഒരു കുട്ടിയായി മാറരുത്. പ്രൈസ് ഗാഡ്. വി ഷുഡ് ചേഞ്ച്. കാരണം നാം ആത്മീയമായി വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളെ എവിടെ നിർത്തിയെന്ന് ഓർമ്മയുണ്ടല്ലോ? എന്തുവാ? കൂട്ടായ്മ. പ്രൈസ് ഗാഡ്. പർപ്പസ് ഓഫ് ചർച്ചിനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ സെക്കൻഡ് പോയിൻ്റ് വരെ ആയിട്ടുണ്ട്. ഒന്നാമത്തെ പോയിൻ്റ് വർഷിപ്പ്, രണ്ടാമത്തെ പോയിൻ്റ് ഫെലോഷിപ്പ്. പ്രൈസ് ഗാഡ്. കർത്താവിന് വെച്ചാൽ വരുന്ന ദിവസങ്ങളിൽ whenever we get another chance we will continue this subject. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ.